മാത്രവുമല്ല, ഇരുട്ടിൽ മാത്രമാണ് നാം പ്രേതങ്ങളെ കാണുന്നത്. കാരണം പ്രകാശത്തിന്റെ അഭാവം മൂലം ആ സമയത്ത് നാം കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവ്യക്തമായിരിക്കും. ഈ ഇരുട്ടിൽ ഭാഗികമായി കാണുന്ന ഒരു വസ്തുവിനെ പൂർണ്ണമാക്കുവാൻ ബ്രെയിൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് പ്രേതങ്ങൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ പകൽ സമയത്ത് ആവശ്യത്തിന് പ്രകാശമുള്ളതിനാൽ കാണുന്നതെല്ലാം തന്നെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ്. നമ്മൾ കാണുന്ന ഒരു സംഭവം കണ്ടു എന്ന അനുഭവമാക്കുവാൻ തലച്ചോറിന് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ നിങ്ങളോട് പറയുകയാണ്. സുഹൃത്തിന്റെ ഓരോ വാക്കുകളും നിങ്ങളുടെ തലച്ചോറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ സൃഷ്ടിക്കുകയായിരിക്കും. അതായത് ആ കഥയുടെ നിങ്ങളുടെ രീതിയിലുള്ള ഒരു വിഷ്വൽസ് നിങ്ങൾ ഉണ്ടാക്കും. അല്ല, നിങ്ങളുടെ തലച്ചോറുണ്ടാക്കും. പിന്നീട് നിങ്ങൾ ആ കഥ ആലോചിക്കുമ്പോൾ സുഹൃത്തു പറഞ്ഞ വാക്കുകളേക്കാൾ നിങ്ങൾക്ക് ഓർമ്മ വരിക നിങ്ങളുടെ മൈൻഡിൽ അന്ന് വന്ന വിഷ്വൽസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വസ്തുവിനെ പൂർണ്ണമായും കാണണമെന്നില്ല, അല്ലാതെ തന്നെ അതിന്റെ ഒരു വിഷ്വൽ തലച്ചോറിനുണ്ടാക്കുവാൻ കഴിയും. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് പ്രേതങ്ങളെ കാണുമ്പോഴും സംഭവിക്കുന്നത്. അത് നാം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് പ്രേതങ്ങൾ എന്നത് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് മാത്രമാണ്. അതായത് സിനിമകളിലോ പുസ്തകങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എലമെന്റ്. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പ്രേതങ്ങളോടുള്ള നിങ്ങളുടെ ഭയം മാറുമോ? ഭയം മാറി എന്ന് വിചാരിക്കുക. പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കാട്ടിൽ അർദ്ധരാത്രി ഒറ്റയ്ക്ക് പേടിയൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുമോ? ഇല്ല. ചിലപ്പോ നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുമായിരിക്കും, പക്ഷെ ചെറിയൊരു പേടി പോലും ഇല്ലാതെ നടക്കുവാൻ സാധിക്കില്ല. അപ്പോ ഇത്രയൊക്കെ സംസാരിച്ച ഈ എനിക്ക് നടക്കുവാൻ സാധിക്കുമോ? ഇല്ല. ചെറിയൊരു പേടി പോലും ഇല്ലാതെ എനിക്ക് നടക്കുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഈ ഭയത്തിന് കാരണം പ്രേതങ്ങളാകുമോ? അല്ല, ഇരുട്ടാണ് ഇതിന് കാരണം. ഇരുട്ടിനോടുള്ള ഭയം എന്നത് നമ്മുടെ പൂർവികന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. ഇന്നും നമ്മുടെ DNA-യിൽ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോ പ്രേതകഥകളുടെ പുറകിലുള്ള ശാസ്ത്രം നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒന്നാണ് ഓജോ ബോർഡ്. അപ്പോ ഈ ഓജോ ബോർഡ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അതിന് പിന്നിലെ ശാസ്ത്രം എന്തായിരിക്കും? അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.